കഥയിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കാര്യം, നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് കഥകളാണ്. നിങ്ങൾക്ക് കഥകൾ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതുപോലെ വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യുവാൻ മറക്കരുത്. എന്നാൽ നമുക്കിനിയും കഥയിലേക്ക് പോകാം. ഗ്രാമചന്തയിൽ നിന്നും വരുന്ന വഴിയാണ്. സാധനങ്ങൾ ഒരുപാടുണ്ട് അയാളുടെ കാളവണ്ടിയിൽ. ആ യാത്ര അദ്ദേഹം തുടങ്ങിയിട്ട് ഏതാണ്ട് മണിക്കൂറുകളായി കഴിഞ്ഞിരുന്നു. കാട്ടുവഴിയിലൂടെയാണ് ഗ്രാമത്തിലേക്ക് പോകുന്നത്. പോകും വഴി ഗ്രാമത്തിൽ നിന്നും മുന്നിലായി വന അതിർത്തിയോട് ഇടതുവശം ചേർന്ന് ഒഴിഞ്ഞ കോണിലായി ഒരു കുളമുണ്ടായിരുന്നു. തന്റെ കാളകൾക്കും അതുപോലെ തനിക്കും നന്ദി ദാഹിക്കുന്നുമുണ്ട്. തന്റെ ദാഹവും കാളകളുടെ ക്ഷീണവും അകറ്റുവാൻ തന്റെ കയ്യിൽ കരുതിയിരുന്ന മൺകുടങ്ങൾ എടുത്തുകൊണ്ട് കുളത്തിന്റെ അരികിലേക്ക് നടന്നു. കാളവണ്ടി പാതയിൽ നിന്നും അല്പം ഉള്ളിലേക്ക് മാറിയാണ് നമ്മൾ മുന്നേ പറഞ്ഞ ആ കുളം സ്ഥിതി ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ ദാഹം കുളത്തിലെ വെള്ളം കുടിച്ചകറ്റി. തന്റെ കാളകൾക്ക് കൊടുക്കുവാൻ അവിടെ നിന്ന് ജലം എടുത്തുകൊണ്ട് കാളവണ്ടി ലക്ഷ്യമാക്കി നടന്നു. എവിടെ നിന്നെന്നറിയില്ല, അയാളുടെ മുന്നിലേക്ക് ഒരു കടുവ ചാടി വീണു. അപ്രതീക്ഷിതമായി തന്റെ മുന്നിലേക്ക് കണ്ട ഇരയുടെ നേരെ അവൻ തിരിഞ്ഞു ജ്വലിക്കുന്ന കണ്ണുകളാൽ നോക്കി നിന്നു. തന്നെ നോക്കി നിൽക്കുന്ന കടുവയെ കണ്ട കാളവണ്ടിക്കാരൻ മരണം തന്റെ തൊട്ടു മുന്നിൽ ഒരു കടുവയുടെ രൂപത്തിൽ നിൽക്കുന്ന കണ്ട കാളവണ്ടിക്കാരൻ എന്ത് ചെയ്യണമെന്നറിയാതെ അവിടെ നിന്നു. ആ സമയം ചിലപ്പോൾ തന്റെ കയ്യിലുണ്ടായിരുന്ന ആ മൺകുടമെടുത്ത് അവന് നേരെ എറിഞ്ഞിട്ടുണ്ടായിരിക്കണം. എന്തായാലും അതിൽ പ്രകോപിതനായ കടുവ കാളവണ്ടിക്കാരനെ അവന്റെ ഇടത് കൈകൊണ്ട് അടിച്ചിട്ടു. ആദ്യ അടിയിൽ തന്നെ കാളവണ്ടിക്കാരൻ ഈ ലോകത്തോടും തന്റെ പ്രിയപ്പെട്ട കാളകളോടും വിട പറഞ്ഞു. ഈ ആക്രമണമായിരുന്നു അവൻ മനുഷ്യന് മേൽ ആദ്യം നടത്തിയ ആക്രമണം. പക്ഷേ ആ കാളവണ്ടിക്കാരനെ അവൻ ഭക്ഷിച്ചിരുന്നില്ല. പിന്നെയും കുറെ നാളുകൾ കഴിഞ്ഞ് അവൻ ഗ്രാമത്തെയും ഗ്രാമീണരെയും നേരിട്ട് ആക്രമിച്ചു. ഇത്തവണ അവൻ മുൻകൂട്ടി വേണമെന്ന് വെച്ചാണ് ഗ്രാമത്തെ ആക്രമിച്ചിരിക്കുന്നത്. ഗ്രാമത്തിലെ കിണറ്റിൽ നിന്നും ജലം ശേഖരിക്കുവാൻ പോയ സ്ത്രീയുടെ നേരെയാണ് അവൻ ആക്രമണം അഴിച്ചുവിട്ടത്. അവൻ ഗ്രാമീണ സ്ത്രീയെ കടിച്ചു കൊന്നുകൊണ്ട് നിൽക്കുന്ന കണ്ട അവർക്കൊപ്പം പോയ മറ്റ് 2 സ്ത്രീകൾ നിലവിളിച്ചുകൊണ്ട് ഗ്രാമത്തിലേക്ക് ഓടി. അപ്പോഴേക്കും കടുവ ആ സ്ത്രീയെയും കൊണ്ട് കാട് കയറി. പിന്നീട് അങ്ങോട്ട് മരണത്തിന്റെ ദേവൻ കടുവയുടെ രൂപത്തിൽ വന്ന് ആ ഗ്രാമത്തെ പിടികൂടുകയായിരുന്നു. നിരവധി ആളുകൾ പിന്നീട് അവന് ഇരയായി. ഒളിഞ്ഞും തെളിഞ്ഞും തന്നേക്കാൾ ദുർബലരായ മനുഷ്യനെ അവൻ വേട്ടയാടി ആഹാരമാക്കി. അങ്ങനെ ആ ഗ്രാമത്തിലുള്ള ബയ്യണ്ണ എന്ന ആൻഡേഴ്സണിന്റെ സുഹൃത്താണ് ഈ കഥയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരുന്നത്. അങ്ങനെയാണ് നമ്മുടെ കഥയിലെ കഥാനായകനായ കെന്നത്ത് ആൻഡേഴ്സൺ ഈ കഥയിൽ വന്നെത്തിയത്. ഇതുവരെ ഉണ്ടായ ആ കടുവയുടെ ആക്രമണങ്ങളെല്ലാം തന്നെ വളരെ വിശദമായി തന്നെ ആൻഡേഴ്സണോട് അദ്ദേഹം പറഞ്ഞു. ഈ കടുവ ഒരു മുടന്തനാണ്. അവന്റെ വലത്തെ മുൻകാലിന് ശേഷിയില്ല. അതുകൊണ്ട് തന്നെ അവൻ അത് ഇഴച്ചുകൊണ്ടാണ് നടക്കുന്നത്. അവന്റെ മുൻകാലുകൾ പോകുവാൻ കാരണമായ ഒരു കഥയും ആ ഗ്രാമത്തിൽ പറയുന്നുണ്ടായിരുന്നു. ആ കഥ ഇങ്ങനെയാണ്. കാടിനുള്ളിൽ തന്റെ ഇണയുമായി നടക്കുന്ന സമയം മറ്റൊരു കടുവ തന്റെ ഇണയെ തട്ടിയെടുക്കുവാൻ വേണ്ടി വന്നു. ആ സമയം അങ്ങനെ വന്ന ആൺകടുവയുമായി മുഖാമുഖം ഏറ്റുമുട്ടേണ്ടതായി വന്നു. കടുവകൾ മാത്രമല്ല തന്റെ ഇണയ്ക്ക് വേണ്ടി പോരാടുന്നത്. നമ്മൾ മുന്നേ പറഞ്ഞ സിംഹങ്ങളും അവരുടെ ഇണകൾക്കു വേണ്ടി ഇതുപോലെ യുദ്ധം ചെയ്യാറുണ്ട്. അതാണ് കാടിന്റെ ഒരു രീതി. 2 കടുവകൾ തമ്മിലുള്ള പൊരിഞ്ഞ പോരാട്ടത്തിൽ മറ്റേ കടുവയുടെ കയ്യിൽ നിന്നും കിട്ടിയ ഗുരുതരമായ പരിക്കാണ് അവനെ മുടന്തനാക്കി മാറ്റിയത്. അത് പിന്നീട് മനുഷ്യന് വിനയായി മാറുകയായിരുന്നു. കാട്ടിൽ വേട്ടയാടി ജീവിക്കുവാൻ പൂർണ്ണ ആരോഗ്യം ആവശ്യമാണ്. കടുവയ്ക്ക് മുടന്തു വന്നതിനാൽ തന്നേക്കാൾ സൂത്രശാലികളായ ഇരകളെ വേട്ടയാടുവാൻ സാധിച്ചിരുന്നില്ല. അങ്ങനെയാണ് അവൻ ഗ്രാമത്തിലേക്ക് എത്തുന്നത്. ഗ്രാമീണർ കെട്ടിയിട്ട് വളർത്തുന്ന പശുവിനെയും ആടിനെയും അവൻ ഇരയാക്കി മാറ്റി. അതിന് അവന്റെ മുടന്തുള്ള കാലുകൾ മതിയായിരുന്നു. ഇരയെ കൊന്ന് കാട്ടിലേക്ക് വലിച്ചുകൊണ്ടു പോകുമ്പോൾ അതിന്റെ പാടുകളുടെ കൂടെ കടുവയുടെ സ്വാധീനം നഷ്ടമായ കാൽ വലിച്ചിഴച്ചു കൊണ്ടുപോയ പാടും കണ്ട ഗ്രാമീണർ അവനൊരു മുടന്തനായ കടുവയാണെന്ന നിഗമനത്തിൽ എത്തിച്ചേരുകയായിരുന്നു. കടുവകൾ ഗ്രാമത്തിലേക്കിറങ്ങി നരവേട്ട നടത്തുന്നത് ഒന്നുകിൽ അവർക്ക് പ്രായാധിക്യം മൂലമോ അതുമല്ല എങ്കിൽ അവർക്ക് ഗുരുതരമായി ഉണ്ടാകുന്ന പരിക്ക് സ്വാഭാവികമായ വേട്ടയാടലുകൾക്ക് ഒരു തടസ്സമായി വരുമ്പോഴുമാണ് അവൻ നരഭോജിയായി മാറുന്നത്. എന്നാൽ നമ്മൾ മുന്നേ പറഞ്ഞ ഗ്രാമത്തിൽ നിന്നും കടുവ പിടിച്ച സ്ത്രീയുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റ് 2 സ്ത്രീകളിൽ നിന്നാണ് കടുവയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അവർക്ക് ലഭിക്കുന്നത്. എന്തായാലും ബയ്യണ്ണ കടുവയുടെ ചെയ്തികളെല്ലാം തന്നെ വളരെ വിശദമായി തന്നെ നമ്മുടെ ആൻഡേഴ്സണിനോട് പറഞ്ഞു കൊടുത്തു. തനിക്ക് ആ ഗ്രാമത്തിൽ വേണ്ട എല്ലാ സഹായവും ബയ്യണ്ണ വാഗ്ദാനം ചെയ്തു. കൂടാതെ
അവൻ ഇനി ഈ ഭൂമിയിൽ ജീവിക്കാൻ പാടില്ല. കെന്നത്ത് തന്നെ അവനെ കൊല്ലണമെന്ന് അയാൾ അഭ്യർത്ഥിച്ചു. എന്തായാലും അതെല്ലാം സമ്മതിച്ച് ആൻഡേഴ്സൺ ബയ്യണ്ണ തന്നോട് പറഞ്ഞ കടുവയെ വേട്ടയാടുവാൻ വേണ്ടി ബയ്യണ്ണയുടെ ഗ്രാമത്തിലേക്ക് യാത്ര തിരിച്ചു. ബയ്യണ്ണയുടെ വീട്ടിലെത്തിയ ആൻഡേഴ്സൺ അയാൾക്കൊപ്പം ഗ്രാമത്തിലേക്ക് ഇറങ്ങിച്ചെന്നു. ഗ്രാമീണരോട് സംസാരിച്ചു. കടുവയെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അയാൾ അവരിൽ നിന്നും ശേഖരിച്ചു. അതിൽ നിന്നും ഒരു കാര്യം അദ്ദേഹത്തിന് മനസ്സിലായി. ഇപ്പോഴും ഗ്രാമത്തെ ഭീതിയുടെ പിടിയിൽ തന്നെ കെട്ടിവെച്ചിരിക്കുകയാണെന്ന സത്യം. അതിന് കാരണവുമുണ്ടായിരുന്നു. കെന്നത്ത് വരുന്നതിനും ഒരു ദിവസം മുന്നേ അവന്റെ കാൽപ്പാടുകൾ നമ്മൾ മുന്നേ പറഞ്ഞ കാളവണ്ടിക്കാരനെ കൊന്നിട്ട കുളത്തിനരികിൽ ഗ്രാമത്തിൽ നിന്നും അവിടേക്ക് പോയ ആളുകൾ കണ്ടിരുന്നു. എന്തായാലും അതെല്ലാം അറിഞ്ഞ ആൻഡേഴ്സൺ ഒറ്റയ്ക്ക് അവിടേക്ക് പോകുവാൻ തീരുമാനിച്ചു. തന്റെ സഹയാത്രികനായ വിഞ്ചസ്റ്റർ 405 എടുത്തുകൊണ്ട് ഗ്രാമീണർ പറഞ്ഞ ഗ്രാമത്തിന് സമീപമുള്ള വനത്തിനോട് ചേർന്ന് നിൽക്കുന്ന കുളത്തിന്റെ കരയിലേക്ക് അദ്ദേഹം യാത്ര തിരിച്ചു. എന്തായാലും ആൻഡേഴ്സണിനെ ഒറ്റയ്ക്ക് വിടുവാൻ ബയ്യണ്ണ തയ്യാറല്ലായിരുന്നു. ആൻഡേഴ്സൺ പോയ പുറകെ തന്നെ 10-20 ഗ്രാമീണരുമായി ആൻഡേഴ്സണിനെ അനുഗമിച്ചുകൊണ്ട് അവിടേക്ക് അവരും നടന്നു. പോകും വഴി അവനെ പറ്റിയാണ് സംസാരിക്കുന്നത്. എങ്ങനെ അവനെ പിടികൂടണം എന്ന പദ്ധതി ആവിഷ്കരിക്കുന്ന തിരക്കിലായിരുന്നു ബയ്യണ്ണയും അതുപോലെ ആൻഡേഴ്സണും. അങ്ങനെ പ്ലാനും പദ്ധതിയും ഇട്ട് നിൽക്കുന്ന സമയം അവർ നിൽക്കുന്ന കുളക്കരയിൽ നിന്നും വനത്തിലേക്ക് ഏറെ ദൂരം മാറി ദാഹം കൊണ്ട് വെള്ളം കുടിക്കുവാൻ വരുന്ന വരവറിയിച്ചുകൊണ്ട് കടുവയുടെ ഗർജനം അവരുടെ കാതുകളിലേക്ക് വന്നു വീണു. ഇത്രയും നാളത്തെ തന്റെ വേട്ടയാടൽ പരിചയം വെച്ച് കടുവ വെള്ളം കുടിക്കുവാൻ ഇവിടേക്ക് വരികയാണ് എന്ന് അദ്ദേഹം അവരോട് പറഞ്ഞു. ഇത്രയും ആളുകളെ അവൻ ഒരുമിച്ച് കണ്ടാൽ ചിലപ്പോൾ കാട്ടിലേക്ക് തന്നെ തിരികെ മടങ്ങുവാൻ സാധ്യതയുണ്ട്. അതും മാത്രമല്ല, ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയും ആളുകൾ ഇവിടെ നിന്ന് മാറുകയാണെങ്കിൽ തന്നെ ഒരു പ്രയോജനവും ഉണ്ടാകില്ല. ക്രാണശക്തിയിൽ മുൻപിൽ നിൽക്കുന്നവനാണല്ലോ അവൻ. അതിനാൽ തന്നെ മനുഷ്യന്റെ സാന്നിധ്യം അവന് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ സംഭവിച്ചാലും അവൻ തിരികെ കാട്ടിലേക്ക് ഓടിപ്പോകുവാനാണ് സാധ്യത ഏറെ. അതുകൊണ്ട് ആൻഡേഴ്സൺ അവൻ ഇവിടേക്ക് വരുന്നതിന് മുന്നേ അവനെ തിരക്കി അവൻ വരുന്ന വഴിയിലേക്ക് ഒറ്റയ്ക്ക് പോകാമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. ബയ്യണ്ണയോടും ഗ്രാമീണരോടും ഇവിടെ കാത്തിരിക്കുവാൻ പറഞ്ഞതിന് ശേഷം തന്റെ വിഞ്ചസ്റ്ററുമായി കുളത്തിനരികിലൂടെ ശബ്ദം കേട്ട ദിക്ക് ലക്ഷ്യമാക്കി പതിയെ മുന്നിലേക്ക് നടന്നു. ബൂട്ടിന്റെ ശബ്ദം പോലും കേൾക്കാത്ത വിധമാണ് മുന്നിലേക്ക് പമ്മി പമ്മി നടന്നു പോകുന്നത്. ദൂരെ നിന്നും അവന്റെ മുരൾച്ച വളരെ വ്യക്തമായി തന്നെ കേൾക്കാൻ കഴിയുമായിരുന്നു. സ്ഥിരമായി കടുവയും മറ്റു വന്യജീവികളും കുളത്തിലേക്ക് വെള്ളം കുടിക്കുവാൻ വരുന്ന വഴിച്ചാലിലൂടെയാണ് അദ്ദേഹം അവന് നേരെ നടക്കുന്നത്. ഓരോ അടിയും മുന്നിലേക്ക് നടന്നു കയറി പോകുമ്പോഴും അവന്റെ മുരൾച്ചയും അടുത്തടുത്ത് വരുന്നതായി അദ്ദേഹത്തിന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. പെട്ടെന്ന് അവന്റെ മുരൾച്ച നിന്നു. കാടിൽ കടുത്ത നിശബ്ദത പടർന്നു. കെന്നത്തിനെ കടുവ കണ്ടു കാണുമോ, അതോ മനുഷ്യന്റെ ഗന്ധം അവന് ലഭിച്ചതിനാൽ അവൻ നിന്നതാകുമോ എന്ന് അദ്ദേഹം സംശയിച്ചു. കെന്നത്ത് ഒട്ടും സമയം കളഞ്ഞില്ല. അടുത്തു നിന്ന മരത്തിന്റെ മറവിലേക്ക് അദ്ദേഹം കയറി നിന്നു. എന്നിട്ട് ശബ്ദം കേട്ട ദിക്ക് ലക്ഷ്യമാക്കി അവിടേക്ക് തന്നെ നോക്കി നിന്നു. ഒരു ശബ്ദവും ഒരനക്കവും അദ്ദേഹം കേട്ടില്ല. എവിടെയാണ് അവൻ ഒളിച്ചിരിക്കുന്നതെന്നും അദ്ദേഹത്തിന് അറിയില്ല. പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് ഒരാശയം കടന്നെത്തി. മുന്നേ പറഞ്ഞ കഥകളിലും നമ്മൾ ഇത് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് മിമിക്രി അറിയാം. ആൻഡേഴ്സൺ ഒരു കടുവയുടെ ശബ്ദം അനുകരിച്ചു. ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞ് നീ ആരാടാ എന്ന മട്ടിൽ വനത്തിന്റെ ഉള്ളിൽ നിന്നും കാട് വിറയ്ക്കുന്ന രീതിയിൽ അവൻ ഉച്ചത്തിൽ ഗർജിച്ചു. ഒരു കടുവയുടെ വനാതിർത്തിയിൽ മറ്റു കടുവകൾ വരാറില്ല. കുറച്ചു സമയം കഴിഞ്ഞ് ശബ്ദം കേട്ട ദിക്കിൽ നിന്നും അവൻ വേഗത്തിൽ കോപത്തോടെ നടന്നു വരുന്നതാണ് ആൻഡേഴ്സൺ കണ്ടത്. അവന്റെ കണ്ണിൽ പെടാതെ മരത്തിന്റെ മറവിൽ ഒളിച്ചിരുന്നു കൊണ്ട് അവന്റെ വേഗത്തിലുള്ള നടപ്പ് അദ്ദേഹം നിരീക്ഷിച്ചു. ഗ്രാമീണർ പറഞ്ഞ പ്രകാരമുള്ള മുടന്തൊന്നും അവനിൽ അദ്ദേഹത്തിന് കാണുവാൻ സാധിച്ചിരുന്നില്ല. എന്നിരുന്നാലും അവനൊരു നരഭോജിയായ കടുവയാണോ എന്ന് അറിയുവാൻ വേണ്ടി മരത്തിന്റെ മറവിൽ നിന്നും അദ്ദേഹം വഴിച്ചാലിലേക്ക് ഇറങ്ങി നിന്നു. അതിനുശേഷം അദ്ദേഹം ഉച്ചത്തിൽ ചുമച്ചു. അങ്ങനെയുള്ള ചുമയുടെ ശബ്ദം കേട്ട കടുവ ശബ്ദം കേട്ട ദിക്കിലേക്ക് അവൻ തിരിഞ്ഞു നിന്നു. രൂക്ഷമായി തന്നെ ആൻഡേഴ്സണിനെ അവൻ നോക്കി. അദ്ദേഹം ആ സമയം തന്റെ റൈഫിൾ ഉയർത്തി തോളിൽ വെച്ച് അമർത്തി കടുവയുടെ നേരെ കാഞ്ചിയിൽ കൈവച്ച് ലക്ഷ്യം വെച്ച് നിൽക്കുകയായിരുന്നു. മനുഷ്യവിരോധിയോ നരഭോജിയോ ആണ് എങ്കിൽ അവന് മുന്നിൽപ്പെട്ട മനുഷ്യരെയെല്ലാം തന്നെ അവൻ ആക്രമിക്കും. അത് തീർച്ചയാണ്. ഇനിയിപ്പോൾ ഗ്രാമീണർ പറഞ്ഞ കടുവ ഇവനല്ല എങ്കിൽ വെറുതെ ഇവനെ കൊന്നു കളയുവാനും അദ്ദേഹത്തിന് മനസ്സില്ലായിരുന്നു. കടുവ ആൻഡേഴ്സണിനെ രൂക്ഷമായി നോക്കി അയാളുടെ നേരെ കുതിച്ചു ചാടുവാൻ ഒരുങ്ങി നിൽക്കുന്ന രീതിയിൽ നിന്നു. കാഞ്ചി ഒന്ന് അമർത്തിയാൽ മുന്നിൽ നിൽക്കുന്ന കടുവ ചത്തുമലക്കും.
പക്ഷേ കടുവയുടെ സ്വഭാവം നമുക്ക് പറയുവാനാകില്ല. ആൻഡേഴ്സണിന്റെ ആ തീരുമാനം ശരിവെക്കുന്ന രീതിയിലായിരുന്നു പിന്നീട് നടന്നത്. അവൻ നരഭൂജിയൊന്നും ആയിരുന്നില്ല. കെന്നത്തിന്റെ നിൽപ്പും കയ്യിലിരിക്കുന്ന തോക്കുമെല്ലാം കണ്ട കടുവ തന്റെ മറുവശത്തേക്ക് കുതിച്ചു ചാടി കാടുവഴി ഓടുകയായിരുന്നു. സാധുവായ അവനെ കൊല്ലാതെ വിട്ടതിന്റെ ആശ്വാസത്തിൽ അദ്ദേഹം തിരികെ കുളത്തിന്റെ കരയിലേക്ക് നടന്നു. എന്താണ് അവിടെ ഉണ്ടായതെന്ന് ബയ്യണ്ണയോടും അതുപോലെ തന്നെ അവിടെ നിന്ന ഗ്രാമീണരോടും അദ്ദേഹം വിവരിച്ചു കൊടുത്തു. അതിനുശേഷം അവിടെ നിന്ന് മറ്റൊരു പദ്ധതി ആസൂത്രണം ചെയ്ത് അവർ ഗ്രാമത്തിലേക്ക് നടന്നു. അവർ അങ്ങനെ കുളക്കരയിൽ നിന്നും നടന്നു പോകുന്ന വഴിയിൽ ആദ്യം അവൻ ആക്രമിച്ചു കൊന്ന കാളവണ്ടിക്കാരന്റെ കയ്യിൽ നിന്നും വീണുടഞ്ഞ മൺകുടത്തിന്റെ കഷ്ണങ്ങൾ കാണുവാൻ കഴിയുമായിരുന്നു. എന്തായാലും ഗ്രാമത്തിൽ തിരിച്ചെത്തിയ ആൻഡേഴ്സണും ബയ്യണ്ണയും അവനെ ഇരവെച്ച് പിടിക്കുവാൻ തന്നെ തീരുമാനിച്ചു. അതിനെ തുടർന്ന് അവനെ ഇരവെച്ച് പിടിക്കുവാനുള്ള ഇരമൃഗത്തെ ചന്തയിൽ നിന്നും വാങ്ങിക്കൊണ്ടുവന്നു. ഗ്രാമത്തിന്റെ പല സ്ഥലങ്ങളിലായി അവയെ കെട്ടിയിട്ടു. പിറ്റേ ദിവസം ഇരമൃഗങ്ങളിൽ ഒന്നിനെ കടുവ പിടിച്ചു എന്ന വാർത്തയുമായാണ് ഗ്രാമത്തിൽ നിന്നും ഒരു ഗ്രാമീണൻ അവിടേക്ക് പാഞ്ഞു വരുന്നത്. ഇരയെ പിടിച്ച ഭാഗത്ത് ശ്രദ്ധ പതിപ്പിക്കുവാൻ കെന്നത്ത് ആൻഡേഴ്സൺ തീരുമാനിച്ചു. ഗ്രാമത്തിലെ ഗിരിവർഗമായ ചെഞ്ചുക്കളിൽപ്പെട്ട അപ്പു എന്ന യുവാവ് തന്നെ സഹായിക്കുവാൻ ഉത്സാഹത്തോടെ മുന്നിലേക്ക് വന്നു. ഇരയെ പിടിച്ച സ്ഥലത്തിന് സമീപത്തായി അവൻ ആൻഡേഴ്സണിന് മരത്തിനു മുകളിൽ ഒരു മച്ചാൻ ഉണ്ടാക്കി കൊടുത്തു. തറനിരപ്പിൽ നിന്നും ഏതാണ്ട് 15 അടി ഉയരത്തിലാണ് മച്ചാൽ നിൽക്കുന്നത്. ഗ്രാമത്തിന്റെ അതിരുള്ള വനത്തിൽ സ്വല്പം ഉള്ളിലേക്ക് മാറിയാണ് ആ മരം നിൽക്കുന്നത്. വന്യജീവികൾ വിഹരിക്കുന്ന കാടാണ്. എന്തായാലും ആൻഡേഴ്സൺ തന്റെ റൈഫിലുമായി മരത്തിന്റെ മുകളിൽ കെട്ടിയിരുന്ന മച്ചാന്റെ മുകളിലേക്ക് വലിഞ്ഞു കയറി. തന്നെ അനുഗമിച്ച് ഗ്രാമത്തിൽ നിന്നെത്തിയ ഗ്രാമീണരോട് തിരികെ പൊക്കോടുവാൻ അദ്ദേഹം പറഞ്ഞു. അപ്പോഴേക്കും സന്ധ്യയായി കഴിഞ്ഞിരുന്നു. കാടിന്റേതായ നിശബ്ദതയിൽ മുങ്ങിയ സമയം. നല്ല നിലാവുള്ള രാത്രിയാണ്. അതിനാൽ തന്നെ മരവും മരത്തിന്റെ പരിസര പ്രദേശങ്ങളും അവ്യക്തമായി കാണുവാൻ സാധിച്ചിരുന്നു. ഇന്നത്തെ ഇരുട്ടിന് കാഠിന്യം കുറഞ്ഞതുപോലെ അദ്ദേഹത്തിന് തോന്നി. കാടിന്റെ ഉള്ളിൽ നിന്നും ചീവീടുകൾ കരയുന്ന ശബ്ദവും അതുപോലെ നരികൾ ഓരിയിടുന്ന ശബ്ദവും അദ്ദേഹത്തിന്റെ കാതുകളിലേക്ക് വന്നെത്തി. കുറച്ചു സമയം കൂടി കഴിഞ്ഞതോടെ ഉണങ്ങിയ ഇലകളും അതുപോലെ ചുള്ളിക്കമ്പുകളും ഞെരിഞ്ഞമർന്നൊടിയുന്ന ശബ്ദം അദ്ദേഹം കേട്ടു. അവിടേക്ക് അദ്ദേഹം നോക്കി. തന്റെ മരത്തിന്റെ അരികിലൂടെ ഒരു കടുവ നടന്നു പോകുന്നതാണ് അദ്ദേഹം കണ്ടത്. പക്ഷേ അവനെ മുടന്തുണ്ടായിരുന്നില്ല. ഗ്രാമത്തിലെ നരവേട്ടയിൽ ഇവൻ എന്തെങ്കിലും പങ്കുണ്ടോ എന്നറിയുവാൻ അദ്ദേഹത്തിനൊരാഗ്രഹം. അതിനെ തുടർന്ന് ആൻഡേഴ്സൺ മുന്നേ നമ്മൾ പറഞ്ഞതുപോലെ, എന്നാൽ അതിൽ നിന്നും ഇച്ചിരി വ്യത്യാസത്തിൽ പുലിയുടെ ശബ്ദമാണ് ഇപ്രാവശ്യം അദ്ദേഹം എടുത്തത്. അത് കേട്ട ഉടനെ തന്നെ താഴെ നിന്നിരുന്ന കടുവ അതിനു മറുപടിയായി നൽകിയത് ഉച്ചത്തിലുള്ള ഒരു ഗർജനമായിരുന്നു. ശബ്ദം കേട്ട മരത്തിന് താഴേക്ക് 2 ചാട്ടത്തിൽ പാഞ്ഞെത്തി. മരത്തിന് ചുറ്റി അവൻ നിരീക്ഷിച്ചു നടന്ന സമയം ആൻഡേഴ്സൺ ഒരു മണ്ടത്തരം കാണിച്ചു. അദ്ദേഹത്തിന് അവിടെ മിണ്ടാതിരുന്നാൽ മതിയായിരുന്നു. പക്ഷേ ഒരിക്കൽ കൂടി മരത്തിന് മുകളിൽ ഇരുന്നു കൊണ്ട് പുലിയുടെ ശബ്ദമുണ്ടാക്കി. അതുകൂടി കേട്ടതോടെ കടുവയ്ക്ക് ശൗര്യം കൂടി. മരത്തിനു മുകളിലേക്ക് നോക്കി കുതിച്ചു ചാടി. മരത്തിനു മുകളിലിരുന്ന് പുലി അവനെ കളിയാക്കിയതായി ആയിരിക്കാം അവന് തോന്നിയത്. മച്ചാന്റെ താഴെ ഉണ്ടായിരുന്ന കവട്ടയിൽ അവൻ വന്നെത്തി. കുറച്ചുകൂടി മുകളിലേക്ക് കയറിയാൽ മച്ചാൻ കാണും. അതുപോലെ ആൻഡേഴ്സണിനെയും. പിന്നെ കാര്യം കഴിഞ്ഞത് തന്നെ. മച്ചാൻ അവൻ ആന്തി പൊളിക്കും. അവിടെ ഇരിക്കുന്ന ആൻഡേഴ്സൺ താഴേക്ക് നിലം പതിക്കും. പിന്നെ പറയേണ്ട കാര്യമുണ്ടോ? അവിടെ നിന്നും കടുവ അദ്ദേഹത്തിന്റെ മുകളിലേക്ക് ചാടി വീഴും. കടിച്ചു പറിച്ചു കൊല്ലും. തന്റെ മരണം മുന്നിൽ കണ്ടു നിൽക്കുന്ന സമയം അദ്ദേഹത്തിന് ഒരാശയം തോന്നി. മച്ചാനിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം വാഗൊണ്ട് ശബ്ദമുണ്ടാക്കി. അത് കേട്ട കടുവ അന്താളിച്ചു നിന്നു. കുറച്ചു മുന്നേ കേട്ട പുലിയുടെ ശബ്ദം ഇപ്പോൾ മനുഷ്യനായി എന്ന് തോന്നിക്കാണണം. എന്തായാലും മനുഷ്യനെ ആക്രമിക്കുവാൻ ധൈര്യമില്ലായിരുന്ന കടുവ മരത്തിൽ നിന്നും താഴേക്ക് എടുത്തു ചാടി കാടിന്റെ ഉള്ളിലേക്ക് ഓടിപ്പോവുകയായിരുന്നു. അവന്റെ വെപ്രാളവും ഓട്ടവും കണ്ട ആൻഡേഴ്സണിന് ചിരിയാണ് വന്നത്. അദ്ദേഹത്തിന്റെ നിഗമനം ശരിയാണ് എങ്കിൽ അയാൾ തിരക്കി വന്ന കടുവ ഇനി വരാൻ സാധ്യതയൊന്നുമില്ല. എന്തായാലും രാത്രിയിൽ യാത്ര വേണ്ട എന്ന് വെച്ചുകൊണ്ട് മരത്തിന്റെ തടിയിലേക്ക് അദ്ദേഹം ചാരിയിരുന്ന് സുഖമായി ഉറങ്ങി. നേരം പുലർന്ന സമയം തന്നെ അദ്ദേഹത്തെ കാത്ത് മരത്തിന്റെ കീഴിൽ ഒരതിഥി നിൽപ്പുണ്ടായിരുന്നു. വേറെ ആരുമായിരുന്നില്ല, നമ്മൾ മുന്നേ പറഞ്ഞ മച്ചാൻ കെട്ടി നമ്മുടെ ആൻഡേഴ്സണിനെ സഹായിച്ച അപ്പു തന്നെ ആയിരുന്നു. ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റ കെന്നത്ത് ആൻഡേഴ്സൺ കണ്ണും തിരുമ്മി താഴേക്ക് നോക്കി. എന്താണ് സംഭവം എന്ന് അവനോട് ചോദിച്ചു. അപ്പോഴാണ് അപ്പു അത് പറയുന്നത്. ചെഞ്ചുക്കൾ താമസിക്കുന്ന സ്ഥലത്ത് ഇന്നലെ രാത്രിയിൽ അവന്റെ ആക്രമണമുണ്ടായി. ഇരുട്ടിന്റെ മറവിൽ കടുവയുടെ ആക്രമണമാണ് അവിടെ ഉണ്ടായിരുന്നത്. ചെഞ്ചുക്കളിൽ ഒരു ചെഞ്ചുവിനെ അവൻ പിടികൂടി കൊന്നുകൊണ്ടുപോയി എന്ന വാർത്തയായിരുന്നു അപ്പു അയാളോട് പറഞ്ഞത്.
എന്തായാലും മരത്തിൽ നിന്നും ഇറങ്ങിയ കെന്നത്ത് ആൻഡേഴ്സൺ ഗ്രാമത്തിലേക്ക് പോയി. അവിടെ നിന്നും ബയ്യണ്ണയുടെ വീട്ടിലെത്തി ബയ്യണ്ണയുടെ കാര്യങ്ങളെല്ലാം ബോധിപ്പിച്ചു. പിന്നീട് അപ്പുവിന്റെ കൂടെ ആ ഗോത്ര ഗ്രാമത്തിലേക്ക് തിരിച്ചു. അവിടെ എത്തിയ സമയം അദ്ദേഹത്തിന് കാണുവാൻ സാധിച്ചത് അർദ്ധനഗ്നരായ ആളുകളെയാണ്. കോണകം മാത്രമാണ് അവർ ധരിച്ചിരിക്കുന്നത്. അമ്പും വില്ലും കുന്തങ്ങളുമായി അവർ ആൻഡേഴ്സണിന് നേരെ ഓടിയടുത്തു. കാടിന്റെ മക്കൾ നടന്ന സംഭവം വിവരിച്ചു കൊടുത്തു. കല്ല എന്ന യുവാവിനെയാണ് അവൻ ആക്രമിച്ചത്. ധീരനായ യുവാവാണ്. ഗ്രാമത്തിൽ മറ്റുള്ള ആളുകൾ കടുവയെ ഭയപ്പെടുന്നു എങ്കിലും കല്ല അതിനെ പേടിച്ചിരുന്നില്ല. കാടിനുള്ളിൽ നായാട്ടിന് പോയി വേട്ടയാടി കൊണ്ടുവരുന്ന മാംസം തിന്നാണ് കല്ലയും കുടുംബവും അവിടെ ജീവിക്കുന്നത്. ആ ദിവസം വേട്ടയ്ക്ക് പോയ കല്ലയ്ക്ക് ഒന്നും ലഭിച്ചില്ല. അതിനെ തുടർന്ന് താൻ വരുന്ന വഴിയിൽ ഒരു മരത്തിൽ വലിയൊരു തേൻകൂട് കണ്ടു എന്നും തന്റെ പ്രാണസഖിയോട് പറഞ്ഞു. നേരം ഇരുട്ടിക്കഴിഞ്ഞാൽ അവിടേക്ക് പോയി തേൻ ശേഖരിക്കണം എന്നുകൂടി അയാൾ പറഞ്ഞിരുന്നു. അതുപോലെ കല്ല വേട്ടയ്ക്ക് പോകുമ്പോൾ താൻ ഓടിച്ചതും തന്നെ കണ്ട് ഭയന്ന് ഓടിപ്പോയതുമായ കടുവകളുടെ കഥകൾ ഗോത്ര ഗ്രാമത്തിൽ തന്നെ അയാൾ പറഞ്ഞു നടന്നിരുന്നു. എന്തായാലും നേരം ഇരുട്ടി വന്ന സമയം തേനീച്ചകളെ ഓടിക്കുവാൻ പുകയിടുവാൻ വേണ്ട സാധനങ്ങൾ തയ്യാറാക്കി. പുല്ലുകളും തീപ്പെട്ടിയും മറ്റും ശേഖരിച്ചുകൊണ്ട് തന്റെ പ്രാണസഖിയോട് വലിയൊരു തേനീച്ചക്കൂടുമായി താൻ തിരികെ വരുമെന്ന് പറഞ്ഞിട്ട് അവിടേക്ക് അദ്ദേഹം യാത്ര തിരിച്ചു. തന്റെ പ്രാണസഖി അയാൾക്ക് വേണ്ടി അവിടെ കാത്തിരുന്നു. തേനീച്ചക്കൂടും വന്നില്ല, അതുപോലെ അതെടുക്കുവാൻ പോയ കല്ലയും വന്നില്ല. ഒരുപാട് വൈകിയതോടെ ഗോത്രക്കാർ കല്ലയെ അന്വേഷിച്ച് തേനീച്ചക്കൂട് എടുക്കുവാൻ പോയ മരത്തിന് അരികിലേക്ക് പോയി. അതിന് കാരണവും ഉണ്ടായിരുന്നു. സന്ധ്യ മയങ്ങിയ സമയം ആ ഭാഗത്തു നിന്നും ചിലർ കടുവയുടെ ഗർജനങ്ങളും കടുവ കടുവ എന്ന് വിളിച്ച് അലറുന്ന ശബ്ദവും കേട്ടിരുന്നു. അതിപ്പോൾ കേൾക്കാനില്ല. എന്തായാലും ഗോത്രക്കാർ തങ്ങളുടെ ആയുധങ്ങളുമായി അവിടേക്ക് തിരിച്ചു. അവിടെ എത്തി. അതിന്റെ സമീപത്തൊന്നും അവൻ ഉണ്ടായിരുന്നില്ല. മരത്തിൽ തേനീച്ചക്കൂട് അങ്ങനെ തന്നെ നിൽക്കുന്നു. അവൻ പുകയിടാൻ കൊണ്ടുവന്ന സാധനങ്ങൾ മരത്തിന്റെ ചുവട്ടിലായി ചിതറിക്കിടക്കുന്നു. അതുപോലെ കടുവ അവനെ ആക്രമിച്ച സൂചനകൾ അവർക്ക് അവിടെ നിന്ന് കിട്ടി. കടുവയെ കണ്ട് മരത്തിലേക്ക് ഓടിക്കയറിയതും അതുപോലെ അവിടെ നിന്നും അവനെ വലിച്ച് താഴേക്കിട്ടതും കഴുത്തിൽ കടിച്ചു കുടഞ്ഞു വലിച്ചു കൊണ്ടുപോയ പാടും അവർക്ക് അവിടെ കാണുവാൻ സാധിച്ചു. മരത്തിന്റെ കീഴിൽ രക്തം തളം കെട്ടിക്കിടക്കുന്നു. അതുപോലെ അവനെ വലിച്ചിഴച്ചു കൊണ്ടുപോയ പാടിന്റെ കൂടെ വേച്ചു വലിച്ചു കൊണ്ടുപോയ കാലിന്റെ പാടുകളും അവർക്ക് കാണുവാൻ സാധിച്ചു. അതോടെ അവർ ഉറപ്പിച്ചു, മുടന്തൻ കടുവ തന്നെയാണ് ഇതിന് പിന്നിലെന്ന്. എന്തായാലും ചോരപ്പാടുകളും വലിച്ചിഴച്ച പാടുകളെയും അവർ കുറച്ചു ദൂരം പിന്തുടർന്നു മുന്നോട്ട് നടന്നു. അങ്ങനെ മുന്നോട്ട് നടക്കും തോറും അവരുടെ മനസ്സിലേക്ക് ഭീതി വന്ന് നിറയുവാൻ തുടങ്ങി. പിന്നെയും അല്പദൂരം കൂടെ അവർ മുന്നിലേക്ക് നടന്നു കാണണം. കല്ലയുടേതെന്നു പറയാൻ അവൻ ധരിച്ചിരുന്ന കോണകം അവർക്ക് അവിടെ നിന്ന് കിട്ടി, അതും രക്തത്തിൽ മുങ്ങിയ അവസ്ഥയിൽ. അതിനാൽ തന്നെ അവിടെ നിന്ന് വീണ്ടും മുന്നിലേക്ക് പോകുവാൻ അവർക്ക് ധൈര്യം വന്നില്ല. അതിനാൽ തന്നെ അവർ അവിടെ നിന്ന് തിരികെ ഗോത്ര ഗ്രാമത്തിലേക്ക് വരികയായിരുന്നു എന്നുകൂടി പറഞ്ഞു. അതെല്ലാം കേട്ട് അവിടെ ഇരുന്ന ആൻഡേഴ്സൺ അവരോട് പറഞ്ഞു, പേടിക്കണ്ട, നമുക്ക് ഈ കടുവയെ പിടിക്കാം. പക്ഷേ അതിനായി നമുക്ക് ആദ്യം വേണ്ടത് അവൻ പിടികൂടി കൊണ്ടുപോയ ആഹരിച്ച കല്ലയുടെ ശരീരം കണ്ടെത്തുക എന്നതാണ്. അത് കണ്ടെത്തിയാൽ മാത്രമേ അവനെ പിടികൂടാൻ പറ്റുകയുള്ളൂ. അതെല്ലാം കേട്ടിരുന്ന ഗോത്രവർഗക്കാരിൽ 8-10 പേർ അവരുടെ കൂടെ ആയുധങ്ങളെല്ലാം എടുത്തുകൊണ്ട് കല്ലയുടെ ശരീരം തിരക്കി വരാമെന്ന് സമ്മതിച്ചു. അതിനെ തുടർന്ന് അവർ അവന്റെ ശരീരം തിരക്കി സംഭവം നടന്ന സ്ഥലത്തേക്ക് പോയി. അങ്ങനെ അവർ തേനീച്ചക്കൂട് നിന്നിരുന്ന മരത്തിനരികിലെത്തി. അവിടെ നിന്ന് കല്ലയെ വലിച്ചുകൊണ്ടുപോയ ദിക്കിലേക്ക് നടന്നു. ഇപ്പോഴും അടയാളങ്ങൾ കാണാമായിരുന്നു. ചോരപ്പാടുകൾ പുല്ലുകളിൽ പറ്റി ഉണങ്ങിയിരിക്കുന്നു. അടയാളങ്ങളെയെല്ലാം പിന്തുടർന്നുകൊണ്ട് അവിടേക്ക് ഏകദേശം 30 മീറ്റർ മുന്നിലേക്ക് നടന്നു കാണണം. അവിടെ എവിടെ നിന്നോ രൂക്ഷമായ ദുർഗന്ധം നാസികകളിലേക്ക് ഇടിച്ചു കയറി. വീണ്ടും അവിടെ നിന്ന് അല്പം മുന്നിലേക്ക് നടന്നപ്പോൾ മണിയനീച്ചകൾ കൂട്ടമായി വട്ടമിട്ട് കറങ്ങുന്നത് അവർ കണ്ടു. അതുപോലെ കല്ലന്റെ ശരീരം അവരുടെ മുന്നിലായി ഈച്ചകൾ പൊതിഞ്ഞ അവസ്ഥയിൽ അവർ കാണാനിടയായി. കല്ല എന്ന ധീരനായ യുവാവിന്റെ ശരീരം കടുവ ആക്രമിച്ചു കൊന്നു തിന്നതിന്റെ ശരീരാവശിഷ്ടങ്ങളാണ് അവർ കണ്ടത്. തലയും വാരിയലും തുടകളും അവിടെവിടെയായി ചിന്നിച്ചിതറി കിടക്കുന്നു. അതുപോലെ ശരീരത്തിലെ മാംസങ്ങൾ ഒട്ടുമിക്കതും അവൻ ആഹരിച്ചു കഴിഞ്ഞിരുന്നു. വളരെ ഭയാനകവും ഭീതിയും നിറഞ്ഞ കാഴ്ചയാണ് അവിടെ അവർ കണ്ടത്. കൂടെ വന്ന ഗോത്രവർഗക്കാർ അങ്ങനെയുള്ള കല്ലയുടെ ശരീരം കണ്ടപ്പോൾ തന്നെ പേടിച്ചു ഭയന്നിരുന്നു. ആ ശരീരം കണ്ടു നിൽക്കുവാനുള്ള ത്രാണിയും അവർക്കുണ്ടായിരുന്നില്ല. അത് പലരുടെയും മുഖത്ത് വളരെ വ്യക്തമായി തെളിഞ്ഞു കാണാമായിരുന്നു. ആൻഡേഴ്സൺ അവരെ ആശ്വസിപ്പിച്ചു.
എന്തായാലും ഈ ശരീരം തേടി ഇനിയും കടുവ ഇവിടേക്ക് വരും എന്ന് തന്നെയായിരുന്നു ആൻഡേഴ്സൺ ഉറച്ചു വിശ്വസിച്ചിരുന്നത്. അതിനാൽ തന്നെ ആൻഡേഴ്സൺ ചുറ്റുപാടും ഒന്ന് നിരീക്ഷിച്ചു. ശരീരം കിടക്കുന്ന സ്ഥലത്ത് നിന്നും അല്പം മാറിയുള്ള ഒരു മരത്തിൽ മച്ചാൻ ഉണ്ടാക്കുവാൻ അപ്പുവിനോട് പറഞ്ഞു. അതിൻ പ്രകാരം അപ്പു ആൻഡേഴ്സൺ കാണിച്ചു കൊടുത്ത മരത്തിൽ മച്ചാൻ തയ്യാറാക്കി കൊടുത്തു. ഗോത്രവർഗക്കാരുടെ മുഖത്ത് അപ്പോഴും ഭീതിയുടെ കരുനിഴൽ കാണാമായിരുന്നു. എന്തായാലും അവരുടെ കല്ലയുടെ ചിതറിക്കിടക്കുന്ന ശരീരഭാഗങ്ങൾ ഒരുമിച്ച് കൂട്ടി വെക്കുവാൻ അദ്ദേഹം പറഞ്ഞു. കടുവ നടന്നു വരുമ്പോൾ ദൂരെ നിന്ന് നോക്കിയാൽ തന്നെ ഇനിയും ആ ശരീരത്തിൽ മാംസമുണ്ട് എന്ന് തോന്നിക്കാൻ വേണ്ടിയായിരുന്നു അങ്ങനെ ചെയ്തത്. എന്തായാലും അവർ അതുപോലെ തന്നെ ചെയ്തു. ആൻഡേഴ്സൺ പതിയെ മരത്തിന്റെ മുകളിൽ കെട്ടിയ മച്ചാനിലേക്ക് കയറി. താഴെ നിന്ന ഗോത്രവർഗക്കാരോട് തിരികെ അവരുടെ ഗോത്രഗ്രാമങ്ങളിലേക്ക് മടങ്ങുവാൻ പറഞ്ഞു. അത് കേട്ടപ്പോഴാണ് അവരുടെ മുഖത്തെ ആശങ്കകളെല്ലാം ഒഴിഞ്ഞു മാറി സന്തോഷത്തിന്റെ ചെറുപുഞ്ചിരികൾ വീണത്. അപ്പോഴേക്കും നേരം ഇരുട്ടുവാൻ തുടങ്ങിയിരുന്നു. സൂര്യപ്രകാശം മങ്ങി മങ്ങി വന്നു. അവരെല്ലാം ഗോത്രഗ്രാമം ലക്ഷ്യമാക്കി വേഗത്തിൽ നടന്നു നീങ്ങി. അവർ പോയി ഏതാനും സമയം കഴിഞ്ഞപ്പോഴേക്കും രാത്രി തന്റെ കറുത്ത കമ്പളം കൊണ്ട് അവിടെ മൂടി. മച്ചിൽ ഒളിച്ചിരുന്നു കൊണ്ട് ശരീരം കിടന്ന ഭാഗമെല്ലാം നല്ല പോലെ നിരീക്ഷിച്ചു. കാടിന്റെ ഉള്ളിൽ നിന്നും നരികൾ ഓരിയിടുന്ന ശബ്ദം കേൾക്കുവാൻ കഴിയുമായിരുന്നു. അതെല്ലാം ശ്രവിച്ചുകൊണ്ട് മരത്തിൽ ചാരി അങ്ങനെ ഇരുന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ അല്പം ദൂരത്തു നിന്നും ഒരു കടുവയുടെ ഗർജനം അവിടേക്ക് എത്തി. ആഹരിച്ചിട്ട ശരീരാവശിഷ്ടം തേടി തിരികെ വരുന്നതിന്റെ ഗർജനമാണ് അയാൾ കേട്ടത്. തന്റെ തോക്കിൽ നിന്നും സേഫ്റ്റി ക്യാപ്പുകൾ മാറ്റി വേട്ടയ്ക്ക് തയ്യാറായി നിന്നു. ഇനി ഏത് സമയവും അവൻ ആ ശവത്തിന്റെ അരികിലേക്ക് വരാം. പക്ഷേ സാധാരണ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ കടുവ തികച്ചും നിശബ്ദനായാണ് വരുന്നത്. എന്നാൽ ഇവൻ നിർത്താതെ മുരളുകയാണ്. അത് എന്തിനു വേണ്ടിയാണ് എന്ന് ആൻഡേഴ്സണിന് മനസ്സിലായില്ല. കുറച്ചു സമയം കഴിഞ്ഞ് അവൻ ഗർജിച്ചുകൊണ്ട് ശവത്തെ അനുഗമിക്കാതെ അടുത്തു നിന്നിരുന്ന കുറ്റിക്കാടുകളിലേക്ക് ഒളിച്ചു. എന്നിട്ട് അവിടെ നിന്നും ഉച്ചത്തിൽ അവൻ ഗർജിച്ചു. ആൻഡേഴ്സൺ കുറച്ചു സമയം അതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ചു. എന്തിനു വേണ്ടിയാണ് അവൻ ഇങ്ങനെ ഗർജിക്കുന്നത് എന്ന്. അപ്പോഴാണ് അദ്ദേഹത്തിന് കാര്യം മനസ്സിലായത്. താനും കൂട്ടാളികളും കല്ലയുടെ ശരീരത്തെ അനുഗമിച്ചതും അവിടെ നിന്നിരുന്നതും അതുപോലെ മച്ചാൻ കെട്ടിയതും മരത്തിൽ കയറിയതുമെല്ലാം തന്നെ അവൻ ദൂരെ എവിടെ നിന്നോ ഒളിച്ചിരുന്ന് കണ്ടിരുന്നു. മനുഷ്യന്റെ സാന്നിധ്യം മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ അവൻ ഗർജിക്കുന്നത് എന്ന് അയാൾക്ക് മനസ്സിലായി. ഞാൻ മുന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിരുന്നു, കാടാണ്, കാട്ടിൽ അവയ്ക്കാണ് മുൻതൂക്കം കൂടുതൽ. അതിനാൽ തന്നെ അവരുടെ തട്ടകത്തിൽ നമ്മൾ അവരെ തേടി എത്തുന്നതിന് മുന്നേ തന്നെ അവർ നമ്മളുടെ സാന്നിധ്യം മനസ്സിലാക്കുമെന്ന്. അതുതന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. ആൻഡേഴ്സൺ മരത്തിൽ കയറിയിരിക്കുന്നതെല്ലാം തന്നെ അവൻ ദൂരെ നിന്ന് കണ്ടു കാണും. അവിടെ അടുത്തുള്ള ഒരു കുറ്റിക്കാട്ടിൽ ഇരുന്നു കൊണ്ട് നരഭോജിയായ അവൻ ഉച്ചത്തിൽ അവന്റെ ഗർജനം തുടങ്ങി. അവൻ നരഭോജിയാണ് എങ്കിലും അവരും ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് മനുഷ്യരെ തന്നെയാണ്. തങ്ങളെക്കാൾ ദുർബലരാണ് എങ്കിലും ആയുധങ്ങളുള്ള മനുഷ്യൻ അവരെക്കാൾ ശക്തരല്ലേ. അവിടെ ഇരുന്നുള്ള അവന്റെ മുരൾച്ച അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് ഭീതി കോരിയിട്ടു. എന്തായാലും സമയം വീണ്ടും മുന്നോട്ട് പോയി. അവന്റെ ഭീഷണികൾ നിലച്ചില്ല. അത് തുടർന്നുകൊണ്ടിരുന്നു. ഏതാണ്ട് അരമണിക്കൂർ കടന്നുപോയി. കടുവ എന്തായാലും തന്റെ വിശപ്പ് സഹിച്ചുകൊണ്ട് ഇനിയും അവിടെ കാത്തിരിക്കില്ല എന്ന് അദ്ദേഹം വിശ്വസിച്ചു കാണണം. വീണ്ടും കാര്യങ്ങൾ അദ്ദേഹം ഉദ്ദേശിച്ച പോലെ ആയിരുന്നില്ല മുന്നോട്ട് പോയത്. അദ്ദേഹത്തിന്റെ സ്വഭാവത്തിനോട് ചേരാത്ത രീതിയിലായിരുന്നു കടുവയുടെ പെരുമാറ്റം. കാത്തിരിക്കുവാൻ ഒട്ടും ക്ഷമയില്ലാത്ത ഒരാളായിരുന്നു ആൻഡേഴ്സൺ. അദ്ദേഹത്തിന്റെ ക്ഷമയുടെ നെല്ലിപ്പല ഇളകി. മരത്തിൽ നിന്നും താഴേക്കിറങ്ങി അവനെ നേരിട്ടാലോ എന്ന് അദ്ദേഹം ചിന്തിച്ചു. പക്ഷേ മരത്തിൽ നിന്നും ഇറങ്ങി ശരീരം കിടക്കുന്ന ഭാഗം വരെ എത്തുവാൻ അവൻ അനുവദിക്കുമോ? കേൾവി ശക്തിയിൽ മുന്നിലാണല്ലോ അവൻ. ഒരു ചെറിയ അനക്കം പോലും അവന് മനസ്സിലാക്കാൻ കഴിയും. മരത്തിൽ നിന്നും താഴേക്ക് ഇറങ്ങി കാല നിലത്ത് കുത്തുന്ന സമയം അവൻ ചാടി വീണേക്കാം. അതുമല്ല എങ്കിൽ മരത്തിൽ നിന്നും ഇറങ്ങുന്ന സമയം അവൻ ആക്രമിച്ചേക്കാം. അങ്ങനെയാണ് സംഭവിക്കുന്നത് എങ്കിൽ റൈഫിൾ എടുക്കുവാൻ പോലുമുള്ള സമയം തനിക്ക് കിട്ടില്ല. കടുവ കടിച്ചു കുടഞ്ഞു കൊല്ലും. ഇതെല്ലാം ചിന്തിച്ചുകൊണ്ടാണ് അദ്ദേഹം മരത്തിന്റെ മുകളിൽ ഇരുന്നത്. അതെല്ലാം കഴിഞ്ഞ് മരത്തിൽ നിന്നും താഴേക്ക് ഇറങ്ങി വരാൻ തന്നെ അദ്ദേഹം തീരുമാനമെടുത്തു. അതിൻ പ്രകാരം മരത്തിൽ പിടിച്ച് സാവധാനം താഴേക്ക് ഇറങ്ങാൻ തുടങ്ങി. ഏതാണ്ട് കുറച്ച് ഇറങ്ങിയപ്പോഴേക്കും കടുവയുടെ മുരൾച്ച അവസാനിച്ചു. കനത്ത നിശബ്ദതയിലേക്ക് വീണ്ടും അവിടം മാറി. മരത്തിനരികിൽ എവിടെയോ ഒളിച്ചിരുന്ന് താൻ മരത്തിൽ നിന്നും ഇറങ്ങി താഴേക്ക് വരുന്നത് അവൻ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഇനി എന്തും സംഭവിക്കാം. പേടി അദ്ദേഹത്തിന്റെ മനസ്സിൽ വ്യാപിച്ചു. കൈകൾ വിറച്ചു, ശരീരം വെട്ടി വേർത്തു.
പേടി കാരണം 2 തവണ അദ്ദേഹം മരത്തിന് മുകളിൽ നിന്നും താഴേക്ക് വീഴുവാൻ പോയി. അദ്ദേഹത്തിന്റെ ആയുസിന്റെ ബലം കൊണ്ടാണ് അങ്ങനെ സംഭവിക്കാഞ്ഞത്. എന്തായാലും അദ്ദേഹത്തിന് ഒരു കാര്യം അറിയാം, ഇനിയും അവൻ പഴയ മാംസം ഭക്ഷിക്കില്ല. തന്റെ മാംസം ഭക്ഷിക്കുവാൻ താഴെ എവിടെയോ അവൻ തന്റെ ചലനങ്ങളെല്ലാം നോക്കി പതുങ്ങിയിരിക്കുകയാണ്. സാവധാനം ആൻഡേഴ്സൺ മരത്തിൽ നിന്നും താഴേക്ക് ഇറങ്ങി. തന്റെ കാലുകൾ തറയിൽ കുത്തി. അത് ഏറ്റവും വലിയ കാര്യമായി തനിക്ക് ആ സമയം തോന്നി. മരത്തിൽ ചാരി നിന്ന് തന്റെ വിഞ്ചസ്റ്റർ തോളിൽ അമർത്തി വെടിയുതിർക്കുവാൻ തയ്യാറായി നിന്നു. അപ്പോൾ തനിക്ക് അവിടെ അനുഭവപ്പെട്ടത് കനത്ത നിശബ്ദതയാണ്. കാറ്റിൽ ഇലകൾ പോലും ചലിക്കുന്ന ശബ്ദം അദ്ദേഹത്തിന് കേൾക്കുവാൻ കഴിഞ്ഞില്ല. ഒരു ചീവീടെങ്കിലും ചിലിച്ചിരുന്നെങ്കിലെന്ന് അദ്ദേഹം ആശിച്ചുപോയി. മരണം തന്നെ പിടികൂടാൻ പോകുകയാണോ? ഇനിയും മരണത്തിന് മുൻപുള്ള കടുത്ത നിശബ്ദതയാണോ താൻ കേൾക്കുന്നത് എന്നൊക്കെ അദ്ദേഹത്തിന് തോന്നി. ആൻഡേഴ്സൺ അങ്ങനെ അതെല്ലാം ചിന്തിച്ചു നിൽക്കുന്ന സമയം മറ്റൊരു കാര്യം അവിടെ നടക്കുകയായിരുന്നു. തന്റെ നിൽപ്പും ചലനവും കണ്ടുകൊണ്ട് അവിടെ ഇരുന്ന നരഭോജി തന്റെ നേരെ പതിയെ ശബ്ദമുണ്ടാക്കാതെ ഇഴഞ്ഞു മുന്നിലേക്ക് നീങ്ങി വരുന്നുണ്ടായിരുന്നു. അതിന്റെ ഒരു സൂചനയും അദ്ദേഹത്തിന് ലഭിച്ചില്ല. എന്തിനേറെ പറയണം, ഒരു ഇലയനക്കം പോലും അദ്ദേഹം കേട്ടില്ല. അങ്ങനെ അദ്ദേഹം മരത്തിൽ ചാരി 4 പാടും തന്റെ ചെവി വട്ടം പിടിച്ച് നോക്കി നിന്ന സമയം കാട് വിറയ്ക്കുന്ന രീതിയിൽ പെട്ടെന്ന് അവൻ ഗർജിച്ചുകൊണ്ട് ആൻഡേഴ്സണിന് നേരെ ചാടിയെടുത്തു. താൻ ഇതുവരെ വിചാരിച്ചിരുന്നത് തന്റെ മുന്നിലൂടെ അവൻ ആക്രമണം നടത്തും എന്നതായിരുന്നു. പക്ഷേ തന്റെ നിഗമനങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് പിന്നിലൂടെയാണ് അവൻ ആക്രമിച്ചത്. കടുവയുടെ ഗർജനം കേട്ട ഭാഗത്തേക്ക്, അതായത് പുറകിലേക്ക് വെട്ടിത്തിരിഞ്ഞു. തന്റെ റൈഫിളിൽ ഘടിപ്പിച്ചിരുന്ന ടോർച്ച് അവിടേക്ക് പ്രകാശിപ്പിച്ചു. കടുവയുടെയും ആൻഡേഴ്സണിന്റെയും ഇടയിൽ മരമുള്ളതുകൊണ്ട് തന്നെ അവനിൽ അതിന്റെ വെളിച്ചം പടർന്നില്ല. പെട്ടെന്ന് മരത്തിന്റെ പിന്നിൽ നിന്നും കടുവ ഇടത്തേക്ക് ചാടി ആൻഡേഴ്സണിന് നേരെ കുതിച്ച സമയം മരത്തിന്റെ മറവിലേക്ക് ഒഴിഞ്ഞു മാറിയ ആൻഡേഴ്സൺ തന്റെ റൈഫിൾ അവന് നേരെ ചൂണ്ടി. കടുവയുടെ തലഭാഗം അപ്പോൾ അദ്ദേഹത്തിന് കാണുവാൻ സാധിച്ചു. ഒട്ടും വൈകിയില്ല, കാഞ്ചി വലിച്ചു. തിര അവനിൽ കൊണ്ടോ എന്നൊന്നും അറിയില്ല. പക്ഷേ മുന്നിലേക്ക് അവൻ തെന്നി മാറി. വീണ്ടും ആൻഡേഴ്സണിന് നേരെ ശൗര്യത്തോടെ ചാടിയെടുക്കാൻ തുടങ്ങിയ സമയം തന്റെ തോക്ക് ഒന്നുകൂടി ഗർജിച്ചു. അതിന്റെ ശക്തിയിൽ അവൻ എങ്ങോട്ടോ ഓടി മറഞ്ഞു. അവനിൽ തിരകൾ കൊണ്ടോ എന്നൊന്നും അറിയില്ല. ഇനിയും അവൻ അവിടെ ചത്തു വീണോ എന്നു പോലും. എന്തായാലും അവിടെ കുറച്ചു സമയം ആൻഡേഴ്സൺ ചലിക്കാതെ നിന്നു. മരണത്തെ മുഖാമുഖം കണ്ട സമയം. അങ്ങനെ കുറച്ചു സമയത്തെ നിൽപ്പിൽ എവിടെ നിന്നും അവന്റെ മുരൾച്ചയോ ഗർജനമോ കേട്ടില്ല. അവൻ പരിസരത്തൊന്നുമില്ല എന്ന് മനസ്സിലായ കെന്നത്ത് മരത്തിന് പരിസരവും അതുപോലെ അവൻ നിന്നിരുന്ന ഇടവും ഓടിപ്പോയ വഴിയും തന്റെ ടോർച്ചിന്റെ വെളിച്ചത്തിൽ വിശദമായി പരിശോധിച്ചു. അത് അദ്ദേഹത്തിന് ഒരു ഞെട്ടലാണ് സമ്മാനിച്ചത്. അവന്റെ ശരീരത്തിൽ നിന്നും പൊടിഞ്ഞു വീണ ചോരപ്പാടുകളൊന്നും അവിടെ കാണുവാൻ കഴിഞ്ഞില്ല. തന്റെ 2 വെടിയും പാഴായിപ്പോയി. ഒന്നുപോലും ലക്ഷ്യം കണ്ണിച്ചില്ല. ഒരു ഉൾക്കിടിലം പോലെ അദ്ദേഹം അത് മനസ്സിലാക്കി. തന്റെ തോക്കിന്റെ ഗർജനത്തിലാണ് അവൻ അവിടെ നിന്നും ഓടിപ്പോയത്. പുറകെ തന്റെ തോക്ക് ശബ്ദിച്ചതിന്റെ ആഘാതത്തിൽ ഭയം കൊണ്ട് അവൻ ഓടി മാറുകയായിരുന്നു. എന്തായാലും ഇനി ഈ സമയം തിരികെ ഗോത്രഗ്രാമത്തിലേക്ക് മടങ്ങാൻ പറ്റില്ല. അത് പന്തിയല്ല എന്ന് മനസ്സിലാക്കിയ ആൻഡേഴ്സൺ തിരികെ മരത്തിൽ വലിഞ്ഞു കയറി മച്ചാനിൽ ഇരുപ്പുറപ്പിച്ചു. ആ സമയം അദ്ദേഹത്തിന് കടുത്ത നിരാശയും കുറ്റബോധവുമാണ് തോന്നിയത്. ഇത്രയും നല്ല ഒരു അവസരം ഇത്രയും അടുത്ത് കിട്ടിയിട്ട് തന്റെ ഒരു തിര പോലും ലക്ഷ്യം കണ്ടില്ല എന്നതോർത്ത് അദ്ദേഹം ഖേദിച്ചു. ഇനിയും അതിന്റെ പകവീട്ടലിൽ അവൻ ഇനിയും എത്ര പേരെ കാലപിരിക്കയക്കും എന്നതാലോചിച്ച് മനസ്സ് നീറി അവിടെ ഇരുന്നു. ഇനിയും കടുവ തിരികെ ഇവിടേക്ക് വരില്ല എന്നറിയാവുന്ന ആൻഡേഴ്സൺ മരത്തിൽ ചാരിയിരുന്ന് ഉറങ്ങാൻ ശ്രമിച്ചു. അല്പം താമസിച്ചായിരുന്നു, എങ്കിലും നിദ്രദേവൻ അദ്ദേഹത്തെ അനുഗ്രഹിച്ചു. നേരം പുലർന്ന് ഒരുപാട് സമയം കഴിഞ്ഞാണ് ഗോത്രഗ്രാമത്തിൽ നിന്നും അപ്പുവും കൂട്ടരും അവിടേക്ക് എത്തിയത്. അവർ മരത്തിന്റെ താഴെ നിന്ന് അദ്ദേഹത്തെ വിളിച്ചുണർത്തി. മരത്തിൽ നിന്നും സാവധാനം താഴേക്ക് ആൻഡേഴ്സൺ ഇറങ്ങി വന്നു. അന്ന് രാത്രിയിൽ അവിടെ ഉണ്ടായ സംഭവം വളരെ നിരാശയോടെ അപ്പുവിനോടും ബാക്കിയുള്ളവരോടും പങ്കുവെച്ചു. അത് കേട്ട ഗോത്രവർഗക്കാരുടെ മുഖത്ത് ഭീതി തെളിഞ്ഞു കാണാമായിരുന്നു. പിന്നെ അവിടെ നിന്ന് അപ്പുവിനെയും കൂട്ടി അദ്ദേഹം പെട്ടേച്ചിരിവിലേക്ക് പോയി. അങ്ങനെ അവിടെ സമാധാനത്തിന്റെ 3 ദിവസങ്ങൾ കടന്നുപോയി. പിറ്റേന്ന് കാലത്ത് തന്നെ അപ്പു ആൻഡേഴ്സണിനെ കാണാൻ വന്നു. തന്റെ കൂടെ മെലിഞ്ഞെല്ലൊട്ടിയ നായയും ഉണ്ടായിരുന്നു. അവന്റെ പേര് ആടിയപ്പ എന്നായിരുന്നു. ആൻഡേഴ്സണിനോട് കടുവയെ തിരക്കി അവന് പുറകെ പോകണമെന്ന് ആവശ്യപ്പെട്ടു. ആ സമയം അവന്റെ കണ്ണുകളിൽ കത്തിജ്വലിക്കുന്ന പകയും ധീരതയുമായിരുന്നു. അവന്റെ തോളിൽ മൂർച്ച കൂടിയ മഴവും ഉണ്ടായിരുന്നു. ആ സമയം ആടിയപ്പന്റെ കണ്ണിൽ കണ്ടത് ഭയമായിരുന്നു. അപ്പുവിനോട് ആൻഡേഴ്സൺ ചോദിച്ചു, എന്തിനാണ് നായയ്ക്ക് ഇങ്ങനെ ഒരു പേര് ഇട്ടിരിക്കുന്നതെന്ന്.
ഇത് തന്റെ അയൽക്കാരന്റെ പേരാണ്. അദ്ദേഹത്തോടുള്ള പകയും പ്രതികാരവും തീർക്കുന്നതിന് വേണ്ടിയാണ് ഈ നായയ്ക്ക് ഈ പേര് നൽകിയതെന്ന് അവൻ ചിരിച്ചുകൊണ്ട് മറുപടി നൽകി. പക്ഷേ അയൽക്കാരൻ തന്നെ ഇതിലും തോൽപ്പിച്ചു. നല്ലവനായ അയൽക്കാരൻ ഇതിന് പ്രതികാരം ചെയ്തത് തന്റെ കഴുതയുടെ പേര് മാറ്റി അപ്പു എന്ന് വിളിച്ചായിരുന്നു. അതും അവൻ ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞത്. എന്തായാലും ആടിയപ്പനെയും അപ്പുവിനെയും കൂട്ടി കടുവയെ തിരക്കി യാത്ര തുടങ്ങി. ആ യാത്രയിൽ ആൻഡേഴ്സൺ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് അപ്പുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന നായയുടെ ധൈര്യമായിരുന്നു. അതൊന്ന് കാണേണ്ടത് തന്നെയായിരുന്നു. ധൈര്യം കൂടി അപ്പുവിൻ്റെ കാലിൻ്റെ സമീപത്ത് നിന്ന് വിട്ടുപോകുവാൻ പോലും അവൻ തയ്യാറല്ലായിരുന്നു. അങ്ങനെ നിന്ന് സമയം അവർക്ക് സമീപത്ത് അവർക്ക് മുന്നിൽ എവിടെ നിന്നോ ഒരു മാൻ ചാടി വന്നു. അതിനെ കണ്ടപ്പോൾ ആൻഡേഴ്സൺ ഒരു തമാശ രൂപേണെ ആ നായയെ ഒന്ന് നോക്കി. നായയ്ക്ക് കാര്യം മനസ്സിലായി അവനെ കളിയാക്കുകയാണ് എന്ന്. അത് മനസ്സിലാക്കിയ നായ ഉച്ചത്തിൽ കുരച്ചുകൊണ്ട് മാനിന് നേരെ ചാടി. ഇവൻ ഏതാണ് ഈ നായ എന്ന മട്ടിൽ ആ മാൻ അതിനെ പുച്ഛിച്ചു ദൂരേക്ക് ഓടിയകന്നു. അതിനെ വിടാതെ അതിന്റെ പുറകെ കുരച്ചുകൊണ്ട് ആ ഭീരുവായ നായയും കുറച്ചു ദൂരം അതിന് പിന്നാലെ ഓടി. ഓട്ടം കഴിഞ്ഞ് ക്ഷീണിച്ച് തളർന്ന് പിന്നെയും അവൻ അപ്പുവിന്റെ കാലിന്റെ സമീപത്തേക്ക് വന്നു. പേട്ടച്ചെരുവിലെ തടാകക്കരയിൽ നിന്നും വനത്തിലേക്ക് ഏതാണ്ട് 10 മൈൽ സഞ്ചരിച്ചു. അവർ അതിനപ്പുറത്തേക്ക് പോയില്ല. പോയിട്ടും കാര്യമില്ല. അവിടെ നിന്നും വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞു നടന്നു. ഏതാണ്ട് 1.5 മൈൽ സഞ്ചരിച്ചു. അപ്പോഴേക്കും ആകെ വെട്ടി വീർത്ത് ക്ഷീണിച്ച് തളർന്നിരുന്നു. അങ്ങനെ നിൽക്കുമ്പോഴാണ് അടുത്തു നിന്നും ഒരു ചെറു വെള്ളത്തിന്റെ ചിലമ്പൽ ശബ്ദം അവർ കേട്ടത്. ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് അവർ നോക്കി. തൊട്ടു മുന്നിലുള്ള കുന്നിൻപുറത്ത് ഒരു പാറക്കൂട്ടം അവർ കണ്ടു. അതിന്റെ അടിയിലൂടെ ചെറിയൊരു നീരുറവയും. ഇത്രയും ദൂരം നടന്ന് ക്ഷീണിച്ച് ദാഹം കൊണ്ട് വന്ന അവർ അവിടേക്ക് നടന്നു. അവിടെ ചെന്നപ്പോൾ പാറക്കെട്ടിന് താഴെ ചെറിയൊരു കുഴി നിറയെ വെള്ളം കെട്ടി നിൽക്കുന്നത് കണ്ടു. പെട്ടെന്ന് അതും ആൻഡേഴ്സന്റെ കണ്ണിൽ പെട്ടു. തങ്ങൾ ഇത്രയും ദൂരം തേടി വന്ന മുടന്തനായ കടുവയുടെ കാൽപ്പാടുകൾ. അത് അവന്റെ കാൽപ്പാടുകൾ തന്നെയാണെന്ന് അദ്ദേഹം ഉറപ്പിച്ചത്. മുടന്തുള്ള വലത്തെ കൈ ഈർപ്പമുള്ള നനഞ്ഞ മണ്ണിൽ വലിച്ചിഴച്ചു കൊണ്ടുപോയ പാട് വളരെ വ്യക്തമായി അവർക്ക് കാണുവാൻ സാധിച്ചു. അദ്ദേഹത്തിനും അപ്പുവിനും അത് കണ്ടതോടെ വളരെ സന്തോഷമായി. അവൻ അവിടെ ഉണ്ടോ എന്ന് നിരീക്ഷിച്ചു. അവൻ അവിടെ ഉള്ളതിന്റെ യാതൊരു ലക്ഷണവും അവർക്ക് കിട്ടിയില്ല. അതിനെ തുടർന്ന് ആ വെള്ളക്കുഴിയുടെ സമീപത്തേക്ക് ചെന്ന് വെള്ളക്കുഴിയിൽ കെട്ടി നിൽക്കുന്ന വെള്ളം കമന്നു കടന്ന് ആൻഡേഴ്സൺ കുടിച്ചു. അപ്പുവിനും കലശലായ ദാഹമുണ്ട് എങ്കിലും അവൻ ആൻഡേഴ്സൺ കുടിച്ചു തീരുവാൻ അവിടെ കാത്തു നിന്നു. അതൊരു നല്ല തീരുമാനമായി. കുറച്ചു സമയം കഴിഞ്ഞ് ആൻഡേഴ്സണിനും അപ്പുവിനും മനസ്സിലായി ആൻഡേഴ്സന്റെ ജീവൻ അതുകൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത്. അവരുടെ വരവ് കണ്ടുകൊണ്ട് കുന്നിൻ മുകളിലെ പാറയുടെ പുറകിൽ അവൻ പതുങ്ങിയിരിക്കുന്നുണ്ടായിരുന്നു. അതൊന്നും അറിയാതെയാണ് ആൻഡേഴ്സൺ മതിമറന്ന് വെള്ളം കുടിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് എങ്കിലും അദ്ദേഹത്തിന്റെ അരികിൽ തന്നെ റൈഫിലും ഉണ്ടായിരുന്നു. കടുവ തനിക്ക് നേരെ ചാടി ഓടി വരുന്നു, ഒരു വശം ചരിച്ച്. അത് കണ്ടുകൊണ്ട് നിന്ന അപ്പു അലറി വിളിച്ചു. ഒട്ടും സമയം പാഴാക്കിയില്ല ആൻഡേഴ്സൺ. തന്റെ വിഞ്ചസ്റ്റർ പെട്ടെന്നെടുത്ത് മുട്ടിലിരുന്നു കൊണ്ട് തന്നെ അവന് നേരെ ഉന്നം പിടിച്ചു. ചരിഞ്ഞോടി വരുന്ന കടുവയുടെ വരവിലുള്ള ഭീകരത പറയേണ്ട കാര്യമില്ലല്ലോ. സാധാരണക്കാർ അവന്റെ ഈ വരവ് കണ്ടാൽ പേടിച്ചു വരയ്ക്കും. എന്നാൽ അവൻ ഓടി ഏകദേശം 15 അടി മാത്രം വ്യത്യാസത്തിലെത്തിയപ്പോൾ അപ്പു അവന്റെ പുറകിലിരുന്ന മഴുവെടുത്ത് ഇരുവശത്തേക്കും ആഞ്ഞു വീശി കടുവയുടെ നേരെ. അതും പോരാഞ്ഞിട്ട് പേടിത്തൊണ്ടൻ എന്ന് താൻ വിചാരിച്ചിരുന്ന ആടിയപ്പ ഒരു ഗർജിക്കുന്ന സിംഹം പോലെ അവന് നേരെ തന്റെ ശൗര്യത്തിൽ പല്ലുകൾ കാട്ടി കുരച്ചു. അതെല്ലാം കണ്ടതോടെ ഒരു നിമിഷം കടുവ ആശങ്കാകുലനായി നിന്നു. ഇതിനു മുന്നേ ആരും തന്റെ നേരെ ഇതുപോലെ ചെയ്തിരുന്നില്ലല്ലോ. കടുവ ആശയക്കുഴപ്പത്തിൽ നിന്ന് ആ സമയമാണ് അവന്റെ ജീവൻ എടുത്തത്. ആൻഡേഴ്സൺ തന്റെ വിഞ്ചസ്റ്റർ 405 അവന് നേരെ ലക്ഷ്യം പിടയ്ക്കാതെ കാഞ്ചിയിൽ കൈയമർത്തി തുടരെ 2 തിരകൾ അദ്ദേഹം പായിച്ചു. നെഞ്ചിലും തലയിലും തറച്ചു കയറി വലതുവശത്തേക്ക് ചരിഞ്ഞ് ഞൊണ്ടിയായ നരഭോജി ചത്തുമലന്നു വീണു. കടുവയെ കൊന്നത് അവരുടെ അപ്പോൾ ചെയ്ത പ്രകടനങ്ങൾ കൊണ്ടായിരുന്നു. അതിൽ നിന്നും കിട്ടിയ ഒരു നിമിഷം കൊണ്ടാണ്. ഇതിന്റെ ക്രെഡിറ്റ് മുഴുവൻ അപ്പുവിനും ആടിയപ്പനും ഉള്ളതാണ്. അതുപോലെ തന്നെ ആൻഡേഴ്സണിന്റെ ജീവനും അവർ രക്ഷിച്ചു. എന്തായാലും അങ്ങനെ ആ ഗ്രാമത്തെ പേടിയുടെ നിഴലിൽ താഴ്ത്തിയ ആ ഇരുട്ടിനെ എന്നേക്കുമായി ആൻഡേഴ്സൺ പറിച്ചെറിഞ്ഞു. നമ്മുടെ ഇന്നത്തെ കഥ ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ്. ഞാൻ എന്ന് പറഞ്ഞ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതുപോലെ നിങ്ങളുടെ ഇഷ്ടം കമന്റിലൂടെയും ലൈക്കിലൂടെയും അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഞാൻ അടുത്ത ദിവസം വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.